ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പൊട്ടാറ്റോ ചിപ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 പൊട്ടാറ്റോ ആണ്. ഇനി ഒരു ബൗളെടുത്ത് അതിലോട്ട് ഒരു 2.5 കപ്പോളം വെള്ളമൊഴിച്ച് അതിലോട്ട് നമ്മൾ സ്ലൈസർ ഉപയോഗിച്ച് നല്ല നേരിയതാക്കിയിട്ട് സ്ലൈസ് ചെയ്തിട്ടിടുക. ഒരു 10 മിനിറ്റോളം ഇതിൽ സ്റ്റാർച്ചൊക്കെ പോകാൻ വേണ്ടിയിട്ടൊന്ന് ഇട്ട് വെക്കണം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ബൗൾ എടുത്ത് വെക്കുക. 1 ടേബിൾ സ്പൂൺ വിനെഗർ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് പൊട്ടാറ്റോ നന്നായിട്ട് കൈകൊണ്ട് പിഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കണം. ഇതിൽ തന്നെ ഒരു 10-15 മിനിറ്റ് അങ്ങനെ കിടക്കണം. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞ് ഇനി നമുക്ക് ഇത് സ്ട്രെയിൻ ചെയ്തിട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി മറ്റൊരു പാത്രം വെച്ച് അതിലേക്ക് നമുക്കിത് സ്ട്രെയിൻ ചെയ്തിട്ടെടുക്കാം. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഇടുമ്പോൾ നന്നായിട്ട് ചൂട് വേണം ഇടുന്ന സമയത്ത്. പിന്നെ കുറച്ചൊരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് കുറച്ചാൽ മതി. സിമ്മിലല്ല, മീഡിയം ഹീറ്റിലിട്ടിട്ട് ഇതൊന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ കുട്ടികളൊക്കെ പെട്ടെന്ന് ലൈസ് വേണം, അങ്ങനെയുള്ള ചിപ്സുകളൊക്കെ വേണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പ്രത്യേകിച്ചും ലോക്ക്ഡൗണൊക്കെ ആയിട്ട് പുറത്തു പോയിട്ട് വാങ്ങിക്കാനും കഴിയില്ല. നമ്മൾ വീട്ടിലൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി, വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഫ്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പും മുളകും വിതറി കൊടുക്കുക. ഇപ്പോൾ ചിപ്സ് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.